ഹിജറയുമായി ബന്ധപ്പെട്ട പല വശങ്ങളും നമ്മുടെ ചർച്ചയിൽ വന്നു. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഹിജറയുടെ വേളയിൽ ഈ കാര്യങ്ങൾ തന്നെ അതിൻ്റെ മറ്റ് ചില വശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഹിജറയുമായി ബന്ധപ്പെട്ട ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസ സംബന്ധമായ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഇന്നു മുതൽ കുറച്ച് ഖുത്ബകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തൗഹീദിൻ്റെ വിഷയം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത്തരം ചർച്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വിശ്വാസം എന്ന് പറയുന്നൊരു വിഷയമുണ്ടല്ലോ. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ ചില നിർണിത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോഴാണ് മുസ്ലിങ്ങളായത്. മുസ്ലിങ്ങളല്ലാത്തവരും വിശ്വാസികളാണ്. അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അപൂർവം ചിലപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ നിർമ്മതവാദികൾ എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിനും നിർമ്മതവാദത്തിനും നിലനിൽക്കാൻ കഴിയാതെ പോവുക ജനങ്ങൾക്ക് വിവരമില്ലാതാകുമ്പോഴാണ്. അപ്പോൾ പാമരന്മാരാണ് ജനങ്ങളൊക്കെയും. അതുകൊണ്ട് നിരീശ്വരവാദം വീശുന്നില്ല. ആളുകൾക്ക് വിദ്യാഭ്യാസം കൂടുന്ന മുറക്ക് യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ പ്രചാരം സിദ്ധിക്കുകയാണ് അവരുടെ വാദമനുസരിച്ച് വേണ്ടത്. പക്ഷേ ജനങ്ങൾക്ക് വിവരമുണ്ടായതിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ സാർവത്രികമായതു മുതൽ മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടെ എല്ലാ സമൂഹങ്ങളിലും ഒരു പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഒരു മൗലികാവകാശം എന്ന മട്ടിൽ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ഏറ്റെടുക്കാനും തുടങ്ങിയതു മുതൽ യുക്തിവാദം, നിരീശ്വരവാദം പോലെയുള്ള വാദഗതികൾക്ക് ആളെ കിട്ടാതായിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വിവരമുണ്ടായാൽ നിലനിൽക്കാത്ത ഒരു അന്ധവിശ്വാസമാണ് യുക്തിവാദം എന്ന് പ്രവൃത്തിപദത്തിലൂടെ ജനം തെളിയിച്ചിരിക്കുകയാണ്. അത് വേറൊരു ചർച്ചയാണ്. അതിനെപ്പറ്റി ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്ന് ലോകത്ത് തന്നെ വളരെ കുറവാണ്. ഇനി ഈ വിശ്വാസ വിഷയം, അപ്പോൾ നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് ഞാൻ പറഞ്ഞു. അപൂർവമായിട്ടെങ്കിലും ചില ആളുകൾ പറയാൻ ഇടയുണ്ട്, നമ്മുടെ കൂട്ടത്തിലല്ല, പുറത്ത് നമ്മൾ പൊതുസമൂഹത്തെ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളൊരു കാര്യത്തിലും വിശ്വസിക്കാത്തവരാണ്, ഞങ്ങളൊരു ദൈവത്തിനും വഴിപ്പെടാത്തവരാണ്, വിധേയമാകാത്തവരാണ്. അപ്പോൾ നമുക്ക് തോന്നിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ അത്ര ഒരു ആഴത്തിൽ ചിന്തിച്ചല്ല ഒരു അഭിപ്രായം പറയുന്നതെങ്കിൽ ആൾക്ക് പറയാൻ തോന്നിപ്പോകും, അത് ഭയങ്കര ഉജ്ജ്വലമായൊരു നിലപാടാണല്ലോ, ഒന്നിലും വിശ്വസിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഒരാൾക്ക് കഴിയുമോ? ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സംസാരം തുടങ്ങുന്നത്. ഒന്നിലും വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? വിശ്വാസം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ അംഗീകരിക്കുന്നതിനല്ല. ഇപ്പോൾ ഈ പള്ളിയിൽ ജുമാ ഖുത്ബയിൽ പങ്കെടുക്കാൻ വേണ്ടി സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള കുറേ ആളുകൾ വന്നിരിച്ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് ഭാഷാപരമായി അബദ്ധമാണ് ആ പറഞ്ഞത്. കാരണം ഈ പള്ളിയിൽ നിന്നല്ല, ഏത് പള്ളിയിലും അല്ലെങ്കിൽ ഏത് സദസ്സിലും എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് നോക്കിയാൽ കാണാം. കൂടുതൽ വിവരം ആവശ്യമാണെങ്കിൽ ഒന്ന് ഇറങ്ങി ജനങ്ങളോട് പരിചയപ്പെട്ടും സംസാരിച്ചും ചോദിച്ചറിഞ്ഞും കാര്യങ്ങൾ ഗ്രഹിക്കാം. അവിടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമില്ല. കാരണം പഞ്ചേന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്നതും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാവുന്നതുമായ വിഷയമാണത്. നേരെ മറിച്ച് ഒരാൾ പറയാൻ, ഈ പള്ളിയിൽ ഈ ജുമാ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാലാഖമാർ, മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതൊരു വിശ്വാസ വിഷയമാണ്. അത് സർവേ നടത്തി കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രയോഗത്തിന് അർത്ഥമുണ്ട്. കാരണം അയാൾ കാണാത്ത ഒന്നിനെ അംഗീകരിക്കുകയാണ്. അപ്പൊ കണ്ട കാര്യം കണ്ണുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ, പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കണ്ട്, കേട്ട്, മണത്ത്, തൊട്ട്, രുചിച്ച്, ഇങ്ങനെ 5 രീതിയിൽ അറിവാർജിക്കാൻ മനുഷ്യന് സഹജമായിട്ട് കഴിയും. മനുഷ്യനെന്നല്ല മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ കഴിയും. അപ്പൊ ഈ 5 രീതിയിലുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെയുള്ള അറിവിന് വഴങ്ങാത്ത വിഷയത്തിലാണ് വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ടാകുന്നത്. അതിന് വഴങ്ങുന്ന വിഷയത്തിൽ വിശ്വാസത്തിന്റെ പ്രശ്നമില്ല. എനിക്ക് 2 കൈയും 2 കാലുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായി ഒരു വിവരക്കേടാണ്. എനിക്കൊരാത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായി മാത്രമല്ല, അതിൻ്റെ മൊത്തം വശം പരിഗണിച്ചും അതൊരു വസ്തുതാപരമായ ഒരു പ്രസ്താവനയാണ്. കയ്യും കാലുമുണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് അയാൾക്ക് തന്നെ സ്വയം അനുഭവപ്പെടുന്ന കാര്യമാണ്. ആത്മാവുണ്ട് എന്നത് അങ്ങനെ കാണുന്ന ഒരു കാര്യമല്ല. ചരിത്രത്തിൽ ഒരു കഥ കാണാം. കഥ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം. അതായത് ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് റഷ്യ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ 2ാമത്തെ ഭരണാധികാരിയും വളരെ ഏകാധിപതിയും സമഗ്രാധിപതിയുമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളുമാണ്. മുൻകാലങ്ങളിൽ ഫറോവമാരുണ്ടായതുപോലെ, നമ്രൂദുമാരുണ്ടായതുപോലെ എല്ലാ കാലങ്ങളിലും ഇത്തരം ഏകാധിപതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വിശേഷമൊന്നുമില്ല. അങ്ങനെ അയാൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സൈബീരിയ എന്ന് പറയുന്ന വളരെയധികം തണുപ്പുള്ള, മനുഷ്യന് സാധാരണഗതിയിൽ ജീവിക്കുക പ്രയാസമായ പ്രദേശത്തേക്ക് അവിടെ കമ്പനി തുറന്ന് ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ പറഞ്ഞയച്ചു. സൈന്യം മേലെയുള്ള കൽപ്പനയായതുകൊണ്ട്, ഒരു ജനാധിപത്യ രാജ്യമല്ലാത്തത് കൊണ്ട് മനുഷ്യാവകാശത്തെക്കുറിച്ചോ തൊഴിലാളികളുടെ ആവശ്യങ്ങളെക്കുറിച്ചോ ജീവൻ സുരക്ഷാ വിഷയങ്ങളെ സംബന്ധിച്ചോ ഒന്നും ഒരു മറുവാക്ക് പറയാൻ, ഒരു എതിർവാക്ക് പറയാൻ വകുപ്പില്ലാത്തത് കൊണ്ട് സൈന്യം പോയി. ചെന്ന അന്നു മുതൽ തന്നെ ആളുകൾ ഓരോന്നും മരിച്ചു വീഴാൻ തുടങ്ങി, തണുപ്പ് സഹിക്കവയ്യാതെ. അങ്ങനെ ഏതാണ്ട് എല്ലാവരും മരിച്ചു. ഒക്കെ മരിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു ദൂതൻ വന്നിട്ട് ഈ ഭരണാധികാരിയോട് പറഞ്ഞു, നിങ്ങളാഴ്ച ആളുകളൊക്കെ മരവിച്ചു മരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ദെൻ സെൻഡ് അനദർ ബറ്റാലിയൻ, എങ്കിൽ അടുത്ത ടീം പോകട്ടെ. ഇത്രയും കർക്കശമായ ഏകാധിപതിയായിരുന്ന ഒരു ഭരണാധികാരി വെറും ഏകാധിപതി മാത്രമായിരുന്നില്ല, അയാളുടെ വിശ്വാസം കേവല ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായി മാത്രം ചിന്തിക്കുന്ന സിദ്ധാന്തം ലോകത്ത് പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒയസ്നോ യാസനസ്കി എന്ന് പറയുന്ന ശസ്ത്രക്രിയാ വിദഗ്ധനായ ഒരാളോട് ഈ സ്റ്റാലിൻ ചോദിച്ചു, നിങ്ങളൊരു ഡോക്ടറല്ലേ? ഒരുപാട് രോഗികളുടെ ശരീരത്തിൽ മേജർ ഓപ്പറേഷനുകൾക്ക് വേണ്ടി മണിക്കൂറുകളോളം ഇത് തുറന്നു വെച്ച് നുള്ളിക്കെട്ടഴിച്ച് അതിൻ്റെ ഉള്ളിലിറങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറാണല്ലോ നിങ്ങൾ. ഏതെങ്കിലും രോഗിയുടെ ശരീരം കീറി മുറിക്കുമ്പോൾ ആ രോഗികളുടെ ശരീരത്തിനകത്ത് നിങ്ങൾ ആത്മാവ് കണ്ടിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് രോഗികളെ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആത്മാവ് കണ്ടിട്ടില്ല. അതാണ് ആത്മാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം. ഇയാൾ തിരിച്ചടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മനസ്സാക്ഷിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മനസ്സാക്ഷി. ചെയ്യരുതാത്തതൊന്ന് ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥത, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുമ്പോൾ എന്തോ ഒരു വേദന, നമുക്ക് തന്നെ ഒരു അബദ്ധം പറ്റിയാൽ നമുക്ക് തന്നെ ഒരു കുറ്റബോധം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടാറുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ട്. എന്നാൽ അതും ഞാൻ എൻ്റെ രോഗികളുടെ ശരീരത്തിനകത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ആത്മാവ് മാത്രമല്ല കാണാത്തത്, മനസ്സാക്ഷി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇതും ഈ മേജറോ മൈനറോ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ ഇടയിലും ഈ സാധനവും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്ന ഒരു കഥയുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടതിൽ മാത്രമേ വിശ്വസിക്കൂ, കാണാത്തതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം, യഥാർത്ഥത്തിൽ അങ്ങനെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ? ഒന്നിലും വിശ്വസിക്കാത്ത ഒരു കൂട്ടരുണ്ടാകുമോ? അതാണ്, ഒന്നിലും വിശ്വസിക്കാത്തൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഇപ്പം നന്ന ചുരുങ്ങിയത് ആകാശ ലോകത്ത് ലക്ഷോപലക്ഷം ഗ്രഹോപഗ്രഹങ്ങൾ, 1-2 ഗ്രഹങ്ങളല്ല, ആധുനിക ശാസ്ത്രം തന്നെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലും അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് പരാമർശങ്ങളുണ്ട്. സൂര്യനെ പറ്റി, ചന്ദ്രനെ പറ്റിയൊക്കെ ഇത് നീന്തിക്കൊണ്ടിരിക്കുന്നു അതതിൻ്റെ ഭ്രമണപഥങ്ങളിൽ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ 6-ാം നൂറ്റാണ്ടിൽ
ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ആധുനിക ശാസ്ത്രം വളരെ വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ കണ്ടെത്തിയതിനു ശേഷം നമ്മളൊക്കെ പറയുന്നു, മനസ്സിലാക്കുന്നു, അവിടെ സൗരയൂഥം എന്ന് പറയുന്ന ഒരു ഗോളകുടുംബം മാത്രമല്ല, അനവധി ഗോളകുടുംബങ്ങളുണ്ട്. ഈ ഗോളകുടുംബങ്ങളിലൊക്കെ വലിയ വലിയ ഗോളങ്ങളുണ്ട്. ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഗോളങ്ങളുണ്ട്. ഭൂമിയേക്കാൾ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളുണ്ട്. മണിക്കൂറിൽ 1000 നാഴിക വേഗതയിൽ ഈ ഭൂമി തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ഗോളങ്ങൾ ആകാശഗംഗയിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എണ്ണുക അസാധ്യമാണ്. അങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ആകാശഗംഗ എന്നതാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ സുചിന്തിതമായ അഭിപ്രായം. അപ്പൊ ഈ ആകാശലോകത്ത് ലക്ഷോപലക്ഷം ഗ്രഹോപഗ്രഹങ്ങൾ ഇടതടവില്ലാതെ നീന്തിക്കൊണ്ടിരിക്കുന്നത്, അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെയാണ് എന്ന വിശ്വാസമാണ് നമുക്ക് മനസമാധാനം നൽകുന്നത്. അതിപ്പോൾ നമ്മൾ ഓരോരുത്തരും പോയി നോക്കി കണ്ടതൊന്നുമല്ല. കണ്ട ഏതോ ഒരു ശാസ്ത്രജ്ഞൻ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളത് വിശ്വസിച്ചതാണ്. ഇങ്ങനൊരു വിശ്വാസം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ടൗണുകളിലൊക്കെ ഓട്ടോറിക്ഷ പോകുന്നത് പോലെയാണ് ആകാശഗംഗയിൽ ഗ്രഹങ്ങൾ എന്ന് ഇയാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇയാൾക്ക് മനസമാധാനം ഉണ്ടാവില്ല. മനോവിഭ്രാന്തിയിലകപ്പെട്ട് വളരെ പെട്ടെന്ന് അയാൾ ഒന്നുകിൽ ഹൃദയം പൊട്ടി മരിക്കും, അല്ലെങ്കിൽ മാനസിക രോഗത്തിനടിമപ്പെടും. അപ്പൊ ഇയാൾക്ക് മനസമാധാനത്തോടു കൂടി നാട്ടിൽ ഓരോ പണിയിലേർപ്പെടാൻ സാധിക്കുന്നത്, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്, വിളകളും മറ്റ് സമ്പത്തും സ്വന്തമാക്കാനും അതിനൊരു സംരക്ഷണമുണ്ട് എന്ന് ധരിക്കാനും കഴിയുന്നത് ഈ പ്രപഞ്ചത്തിന് സഹജമായ ഒരു താളമുണ്ട്, ഒരു ക്രമമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അത് ഇയാളുടെ കണ്ണുകൊണ്ട് കയ്യും കാലും കാണുന്നത് പോലെ കണ്ടതല്ല. അങ്ങനെ കാണാൻ ഓരോരുത്തർക്കും കഴിയില്ല. കണ്ടതിലേ വിശ്വസിക്കൂ എന്ന് പറയുന്നവർ ആകാശഗംഗയുടെ ഈ ക്രമത്തെപ്പറ്റി എന്ത് നിലപാടെടുക്കും എന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ കാണാത്ത ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടേ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയൂ. ഇത് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു യുക്തിവാദികളെ എന്തോ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ പറയുന്ന ഒരു പ്രസംഗമല്ലാത്തത് കൊണ്ട് ഞാൻ ആ പോയിന്റിൽ അധിക സമയം ചെലവഴിക്കുന്നില്ല. സാന്ദർഭികമായി ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഇങ്ങനെ ഒരു വശത്തെക്കുറിച്ച് കൂടി നിങ്ങളിൽ ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അത് അങ്ങനെ ദഹിക്കാത്തവർ ആ പോയിന്റിൽ കൂടേണ്ട കാര്യമില്ല. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ വശം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിലും വിശ്വസിക്കാതിരിക്കുക എന്നത് സാധ്യമല്ല. അള്ളാഹുവിലോ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവരും അവരുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ പലതിലും വിശ്വസിച്ചേ മതിയാകൂ. നന്ന ചുരുങ്ങിയത് ഓരോരുത്തരുടെയും മാതാവ് പറയുന്നതാണ് അവൻ്റെ പിതാവിനെ പറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതാണ് അവൻ്റെ പിതാവിനെ പറ്റി. അതിലപ്പുറം ഒരു തെളിവും ശാസ്ത്രീയമായിട്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് ഒരു മനുഷ്യന്റെ മുമ്പിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത് പിന്നീട് സയന്റിഫിക്കൽ അനാലിസിസ് നടത്താൻ പറ്റുമോ എന്ന വിഷയം അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കാത്തവർ എന്ന് പറയുന്ന ഒരു കൂട്ടരും ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിച്ചേ മതിയാകൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയുള്ള ഒരു വശമുണ്ട്, ഞങ്ങൾ ഒന്നിനും വഴിപ്പെടാറില്ല. ഞങ്ങൾക്ക് അള്ളേ, പടച്ചവനോ, ഇലാഹോ, യഹോവയോ, സർവേശ്വരനോ, ജഗദീശ്വരനോ, വിശ്വംഭരനോ, പരമേശ്വരനോ ഒരാളുമില്ല. ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. നിങ്ങൾ മതത്തിൻ്റെ ആളുകളായതുകൊണ്ട് നിങ്ങൾക്കൊരുപാട് പരിമിതിയുണ്ട്. ഞങ്ങൾ സ്വതന്ത്രരായതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിമിതിയുമില്ല. അങ്ങനെ ഒരു പരിമിതി ഇല്ലാത്തൊരു കൂട്ടരുണ്ടാവുമോ? ഒന്നിനും വഴിപ്പെടുന്നില്ല എന്ന് പറഞ്ഞവർ സ്വന്തം ഇച്ഛക്ക് വഴിപ്പെട്ടവരാണ്. ഒരു മനുഷ്യൻ എത്ര കണ്ട് സ്വതന്ത്രനാകുന്നുവോ അത്ര കണ്ട് സ്വന്തത്തിന്റെ തന്നെ അടിമയാവുക എന്നതാണ് ഫലം. അങ്ങനെ സാധ്യമാകൂ. ഒരു മനുഷ്യൻ എത്ര കണ്ട് സ്വതന്ത്രനാകുന്നുവോ അത്ര കണ്ട് സ്വന്തത്തിന്റെ തന്നെ അടിമയാകും. സ്വന്തം ഇച്ഛയുടെ അടിമ. ഇച്ഛ തോന്നിപ്പിക്കുമ്പോൾ കുടിക്കും, ഇച്ഛ തോന്നിപ്പിക്കുമ്പോൾ തിന്നും, ഇച്ഛ തോന്നിപ്പിക്കുമ്പോൾ ഇണചേരും, ഇച്ഛ തോന്നിപ്പിക്കുമ്പോൾ പിന്നെ വിശ്രമത്തിൽ ഏർപ്പെടും. ഇതാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ളവരല്ലേ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ ഈ പക്ഷിമൃഗാദികൾ. സ്വന്തം ഒരു വലിയ സഭയിൽ വെച്ച് പോലും ഇണചേരുന്നതിന് വരെ തടസ്സമില്ലാത്ത അവയോട് എവിടെയോ ഒരു നഗരിയിൽ സംഘടിച്ച് പരസ്പരം ചുംബിച്ചുകൊണ്ട് മത്സരിച്ച് വിജയിക്കാമെന്ന് ഈ സവിശേഷമായ വർഗം വിചാരിക്കുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ ബുദ്ധിശൂന്യത എന്താണ്? അപ്പൊ കുത്ത്, കോമ, വള്ളി, പുള്ളി ഇമാതിരി യാതൊന്നുമില്ലാതെ അങ്ങനെ ഒരാൾക്കും സ്വതന്ത്രനാകാൻ കഴിയില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുമ്പോൾ, വിഷയങ്ങളെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വശം. ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ കാരണം, വിശ്വാസം എന്നതൊരു വലിയ വിഷയമാണ്. നമ്മൾ വിശ്വാസികളാണ്. നമ്മളുടെ വിശ്വാസത്തിന് വളരെ കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് അതിൻ്റെ താല്പര്യങ്ങൾ എന്ത് എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിശ്വാസത്തിലെ വിളകളും കളകളും നമുക്ക് വേർതിരിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ കാര്യങ്ങളെ വിശ്വാസ കാര്യങ്ങളെന്ന നിലക്ക് അങ്ങ് ഉൾക്കൊണ്ടാൽ പോരാ.
അത് വളരെ കൃത്യമായും പ്രാമാണികമായും അതിൻ്റെ അടിസ്ഥാനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ഉൾക്കൊള്ളണം എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിക്കപ്പെട്ട, വിശ്വാസത്തിലെ കളകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ രക്ഷപ്പെട്ട ഒരു ജനവിഭാഗമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള ഹിദായത്തിലായവർ അഥവാ സത്യവിശ്വാസികൾ. എന്നാലും വിശ്വാസികൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ അബദ്ധസഞ്ചാരങ്ങളിലേക്ക് പോകാവുന്നതാണ്, വ്യതിചലനങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ കണിശത പുലർത്തുകയും അതിലെ കളകളെയും വിളകളെയും സംബന്ധിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുകയും ആ ശരിയാണ് എന്ന ബോധ്യത്തോടെ ഉൾക്കൊള്ളുവാൻ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ അർത്ഥത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇടയ്ക്കിടെ ഉണർത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്, ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും നിരീശ്വരവാദമോ നിർമ്മതവാദമോ അതിശക്തമായി അടിച്ചേൽപ്പിച്ച് അധികാരത്തിന്റെ ബലത്തിൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ച പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ പല പേരിലുണ്ടല്ലോ, കസാക്കിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, അസർബൈജാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് 70 വർഷം ഭരണകൂടത്തിന്റെ നിർമ്മതവും നിരീശ്വരവാദവും കേവല ഭൗതികവാദത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭരണകൂടത്തിന്റെ അതിശക്തമായ സൈനിക പിൻബലത്തോടെയും സാങ്കേതിക സംവിധാനത്തിന്റെ അകമ്പടിയോടും കൂടി നിർമ്മതത്വവും നിരീശ്വരവാദവും 70-ലേറെ വർഷം അടിച്ചേൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരു ലേശം സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ഇന്ന് ഈ പ്രദേശങ്ങളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ പറയപ്പെട്ട പ്രദേശങ്ങളൊക്കെയും ഇന്ന് അഭിമുഖീകരിക്കുന്ന, ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ട്, അഥവാ പെരിസ്ട്രോയിക്കയുടെയും ഗാസ്നോസിന്റെയും ശേഷം അവിടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ കുറേശ്ശെ അനുഭവിക്കാൻ തുടങ്ങിയത് മുതൽ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം മതമൗലികവാദ ഭീഷണിയാണ്. അതായത് മുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്നു, നിർമ്മതവാദം നിലനിൽക്കുന്നില്ല. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിസത്തിന്റെ പല ധാരകളിലേക്കും മത്സരിച്ചു പോകുന്നു. പ്രാർത്ഥനാ സമ്മേളനങ്ങളായോ അഖണ്ഡനാമയജ്ഞങ്ങളായോ ലക്ഷാർച്ചനകളായോ മറ്റ് സുവിശേഷങ്ങൾ പ്രസംഗങ്ങളായോ ഒക്കെ അവരവരുടേതായ ആത്മീയ ധാരകളുടെ വേരുകളിലേക്ക് ഓരോരുത്തരും മടങ്ങുന്നു. നിരീശ്വരവാദം മയ്യത്തിൽ നിന്ന് പേനിറങ്ങിപ്പോകുന്നത് പോലെ എവിടെയും ഗതി കിട്ടാതെ ലോകത്തിൽ നിന്ന് തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ പ്രകൃതം ഇങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്? എന്താ ആ പ്രയോഗത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ഘടന? ലാ ഇലാഹ എന്നാണ് ആദ്യം പറയുന്നത്, ഒരു ഇലാഹുമില്ല. അപ്പൊ കുറെ ഇലാഹുകളുണ്ട്, പലർക്കും പല സ്വഭാവത്തിലുള്ള ഇലാഹുകളുണ്ട്, പലരും പലതിനെയും ഇലാഹുകളാക്കിയിട്ടുണ്ട്, പല വിശ്വാസത്തിലും ആളുകൾ പെട്ടുപോയിട്ടുണ്ട്, പലതും സ്വാധീനിക്കാവുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉൾച്ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ആദ്യം തന്നെ അങ്ങ് നിരാകരിക്കണം. എന്ത്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. അപ്പം ചരിത്രത്തിൽ എല്ലാ കാലത്തും ജനസമൂഹത്തിൽ ഏതൊക്കെയോ വിഷയങ്ങളിൽ ഏതോ സ്വഭാവത്തിലുള്ള വിശ്വാസ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ശക്തികളിൽ വിശ്വസിച്ചിരുന്നു, ഏതൊക്കെയോ സ്വഭാവത്തിലുള്ള ശക്തികളിൽ ജനം വിശ്വസിച്ചിരുന്നു എന്നതുകൊണ്ടാണ് ആദർശവാക്യം ഒരു നിഷേധം കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ കാലത്തും അത് കാണാം. ഇപ്പോൾ ഏറ്റവും പരിഷ്കൃതമായ ആധുനികമായ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക ലോകം വിശ്വാസത്തിനും വിശ്വാസികൾക്കും ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവുമുള്ള ഒരു കാലമാണ്. വിശ്വാസം അപകർഷതാബോധത്തോടെ കാണേണ്ട ഒരു വിഷയമല്ല ഇന്ന്. അത് വളരെ അന്തസ്സുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ വളരെ പൗരാണികമായ ആദിപുരാതനമായി ജീവിച്ചു പോന്ന ജനസമൂഹങ്ങൾക്കിടയിൽ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കാലത്തും അവരിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നു. ശരിയായ വിശ്വാസം അവർക്ക് എത്താത്തത് കൊണ്ട് അവരുടെ വിശ്വാസം തെറ്റായിപ്പോയി എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മറുപടിയുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ അഅറാഫിൽ നിങ്ങൾക്കത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യരെ അഥവാ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച സന്ദർഭത്തിൽ ആദമിന്റെ മുതുകുകളിൽ നിന്ന് ഈ ലോകാവസാനം വരെയും ഈ ദുനിയാവിൽ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ പുറത്തെടുത്തു എന്നാണ്.
അതിൻ്റെ കോലവും രൂപവും മട്ടും മാതിരിയും ഒന്നും ഇപ്പം നമ്മളുടെ പരിമിതമായ ബുദ്ധിക്ക് വെച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. മുഴുവൻ ആത്മാവുകളെയും പുറത്തെടുക്കുന്നതിൻ്റെ വിഷയം പോയിട്ട് നമ്മളുടെ ഒരാളുടെ ആത്മാവിൻ്റെ കുരുക്കഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കാരണം യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, നീ പറ, റൂഹ് റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. റൂഹ് നിങ്ങളിലാണ്, ആത്മാവ് നിങ്ങളിലാണുള്ളത് എങ്കിലും നിങ്ങളിലുള്ള ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒരു ദൈവികാംശമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അറിവ് വളരെ കുറച്ച്, അറിവിൽ നിന്ന് വളരെ കുറച്ചേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് സ്വന്തം ആത്മാവ് എന്ന് പറയുന്നതിന്റെ കുരുക്കഴിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ഉടനെ മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. അത് ഖുർആനിന്റെ കുഴപ്പമല്ല, അള്ളാഹുവിന്റെ പ്രശ്നമല്ല, നമ്മുടെ അറിവിന്റെയും നമ്മുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവിന്റെയും പരിമിതിയാണ്. മനുഷ്യനൊരു കാര്യം ബോധ്യപ്പെടണമെങ്കിൽ അവൻ അറിയുന്നത് വെച്ച് പറഞ്ഞാലേ മനസ്സിലാകൂ. നരകത്തിൽ തേളുണ്ട് പാമ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തേളുണ്ട് പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതൊന്നും അല്ലാത്ത വേറെന്തോ ഒരു ഭീകര സാധനം അവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ നമ്മളോട് പറയാം. നമുക്കറിയുന്ന ഒന്ന് വെച്ച് പറഞ്ഞാലേ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയൂ. നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സംഗതി അവിടെ അനുഭവിക്കാനിരിക്കുന്നുവെങ്കിൽ ആ ആപത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് ഭാവനയിൽ കാണാൻ നമുക്ക് കഴിയില്ല. സ്വർഗത്തിന്റെ തന്നെ അനുഗ്രഹങ്ങളും അങ്ങനെ തന്നെ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ ആറുകൾ, അരുവികൾ, തേന്, പാല് എന്നല്ല പറയുമ്പോൾ അതിനേക്കാളും വിലപിടിപ്പുള്ളതും അതിനേക്കാളും ആനന്ദ ലഹരി നൽകുന്നതുമായ മറ്റെന്തോ ഒന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മളോട് പറയും? എങ്ങനെ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാകാം? പറഞ്ഞതിൻ്റെ അർത്ഥം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയുന്ന ഒന്ന് വെച്ചേ മറ്റൊരു കാര്യം പറയാൻ കഴിയൂ. എങ്കിലേ മനുഷ്യനൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയൂ. ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുക അത് എന്തുപോലെയാണ് എന്നാണ്. അപ്പം ഇത് ഇന്ന മാതിരിയാണ്. അപ്പം ആ സാധനത്തെ അവലംബിച്ചും അതിലേക്ക് ചാരിയുമാണ് ഈ സാധനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്ര അറിവേ മനുഷ്യനുള്ളൂ, ഇത്ര ഗ്രാഹ്യശേഷിയേ മനുഷ്യനുള്ളൂ, ഇത്ര ഉൾക്കൊള്ളാനും ഭാവനയിൽ കാണാനേ മനുഷ്യന് സാധിക്കൂ. അതുകൊണ്ട് മനുഷ്യന് ആത്മാവിൻ്റെ കാര്യം അങ്ങനെ പൂർണ്ണമായും വഴിപ്പെട്ട കാര്യമോ വശപ്പെട്ട കാര്യമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹീദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ വകുന്നാ ദുരിയതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. സൂറത്തുൽ അറാഫിൽ നിങ്ങൾക്ക് കാണാം വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുരിയതഹും. ആദം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്തതി പരമ്പരകളെ പുറത്തെടുത്ത സന്ദർഭം. ഇതിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതി പരമ്പരകളെ പുറത്തെടുത്ത സന്ദർഭം മുഴുവൻ ആത്മാക്കളെയും നിരത്തി നിർത്തി. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിച്ചു, അലസ്തു ബിഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരെ അവർക്കെതിരെ സാക്ഷി നിർത്തി എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കാണ്, എന്ത്? അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? ഖാലൂ ബലാ ഷഹീദിനാ, അതെ ഞങ്ങൾ സാക്ഷിയായിരിക്കുന്നു എന്ന് അവരവിടെ ഒരു ഉറപ്പ് കൊടുത്തു. ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കാതെ, ഇങ്ങനെ നാഥന്റെ ഒരു ചോദ്യത്തിന് തിരുസന്നിധിയിൽ ഹാജരായി നാഥന്റെ ഈ ചോദ്യത്തിന് അതെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് മറുപടി പറയാത്ത ഒരു മനുഷ്യനും മനുഷ്യനായിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ അല്ലാഹു ചെയ്തത് എന്തിനാ? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ റബ്ബും ഇലാഹുമായി അംഗീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇബാദത്ത് എനിക്ക് നൽകാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നുകിൽ ദൈവവും മതവും വേണ്ട എന്ന് സിദ്ധാന്തിച്ച് നടന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിരവധി അനവധി ദേവന്മാരെയും ദേവികളെയും വിളിച്ച് പ്രാർത്ഥിച്ചത്? അല്ലെങ്കിൽ സിദ്ധന്മാരെയും ഔലിയാക്കന്മാരെയും തങ്ങന്മാരെയും അതുപോലെയുള്ളവരെയും ഒക്കെ അള്ളാഹുവിന്റെ ആത്മീയ സാമ്രാജ്യത്തിലും അള്ളാഹുവിന്റെ പ്രാപഞ്ചിക ഭരണവ്യവസ്ഥിതിയിലും നടത്തിപ്പിൽ പങ്കാളിത്തമുള്ളവരാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് കരുതിയത്? ഇങ്ങനെ ഒരുപാട് ചോദ്യം വരുമല്ലോ. ഈ ചോദ്യത്തിന് അവര് അള്ളാഹിനോട് ഇങ്ങനെ പറയാതിരിക്കാൻ, എങ്ങനെ പറയാതിരിക്കാൻ? ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഇതൊന്നും ഞങ്ങൾ അറിയില്ലല്ലോ, ഞങ്ങളോട് ആരെങ്കിലും ഒന്ന് പറയണ്ടേ? ഇപ്പൊ ഇവിടെ വെച്ച് പരലോകത്ത് വെച്ചിട്ടേ
ഇപ്പം ഇവിടെ വെച്ച് ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? നേരത്തെ ഒരു ചെറിയൊരു ഉണർത്തലെങ്കിലും വേണ്ടേ ഈ വിഷയത്തിൽ എന്ന് നാളെ പിറ്റേന്ന് ഇവർ പറയാതിരിക്കാൻ. ഔ തഖൂലു, അത് മാത്രമല്ല, ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കാൻ. എങ്ങനെ? ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബൽ. ഞങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ പൂർവ്വപിതാക്കരായി കാക്ക കാരണവന്മാരായിട്ട് തന്നെ എങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്? അവരേതൊക്കെ ഷെയ്ഖന്മാരെ വിളിച്ചിരുന്നോ അതിലൂടെ 2 ഷെയ്ഖും കൂടി അധികം കൂട്ടി എന്നല്ലാതെ, അല്ലെങ്കിൽ അവരെ ഏതൊക്കെ ഷെയ്ഖിൻ്റെ ആണ്ടർജി നടത്തിയിരുന്നോ അത് കുറച്ചുകൂടി സയൻറ്റിഫിക്കലാക്കി എന്നല്ലാതെ, അത് കുറച്ചുകൂടി ആധുനിക ഭാഷ ചമച്ചു എന്നല്ലാതെ, അതിന് ആധുനിക സങ്കേതങ്ങളുടെ പിൻബലം നൽകി എന്നല്ലാതെ പുതുതായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബൽ വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം. ഞങ്ങൾ അവരുടെ അനന്തര സന്തതി പരമ്പരകളാണ്. അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. അവർ പഴിച്ചിനി ഞങ്ങളെ പിടിക്കുക. അതാണ് അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. അവർ വഴികേടിലായതിന് അവരുടെ സന്തതി പരമ്പരകളായി മക്കളായി ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിന് ഞങ്ങളെ പിടിച്ചിട്ട് എന്താ കാര്യം? ഈ 2 ന്യായവും നിങ്ങൾ പറയാതിരിക്കാൻ. നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരുത്തനെ റബ്ബോ ഇലാഹോ ആയി അംഗീകരിച്ച് അള്ളാഹുവിന് നൽകേണ്ട അനുസരണമോ ആരാധനയോ മറ്റെന്തെങ്കിലും ഒരു അവകാശമോ പരിഗണനയോ ആർക്കെങ്കിലും നൽകിയാൽ അതവിടെ നാളെ പടച്ചവന് വിചാരണക്കെടുക്കുമ്പോൾ ഞങ്ങളിതറിയുമായിരുന്നില്ല, എങ്ങനെയാണ് വേണ്ടിയിരുന്നത്, ഇതൊക്കെ തെറ്റാണ് മറ്റേതൊക്കെ തെറ്റാണ് എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നില്ല എന്ന് അങ്ങനെ പറയാൻ ഒരു വകുപ്പില്ലാതിരിക്കാൻ, ഒരു ന്യായം കിട്ടാതിരിക്കാൻ എന്താക്കി? മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു സാക്ഷിയാക്കി. എന്നിട്ട് അഷ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിനാ. അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീയാണ് ഞങ്ങളുടെ റബ്ബ്. ഈ ഒരു കരാർ പ്രതിജ്ഞയുടെ ഒരു ഘടകം, ഒരു പ്രേരണ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണ് ആ പ്രേരണയോടാണ് ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലക്ക് ഒരു ഇതര മതസ്ഥനായ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ പ്രേരണയെ ഉണർത്തുവാനാണ് ശ്രമിക്കുന്നത്. ഒരാളും ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലും ഈ പ്രേരണ സ്വയം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിരീശ്വരവാദവും നിർമ്മതവാദവും ഗവൺമെന്റിന്റെ പിൻബലത്തിൽ ദീർഘമായ വർഷങ്ങളോളം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരൽപ്പം സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയപ്പോൾ മതാധിഷ്ഠിതമായ ചിന്തകൾ പുനരുജ്ജീവിപ്പിക്കുന്നത്. പക്ഷെ ഈ പ്രേരണ സ്വന്തം നിലക്ക് തന്നെ നീർവഴിയിൽ പ്രവർത്തിച്ചു കൊള്ളും എന്നില്ല. അതിന് നമ്മൾ അതിൻ്റെ നീർവഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അബദ്ധങ്ങളിലേക്ക് വ്യതിചലിക്കാം, അതിനെ സുബദ്ധങ്ങളിലേക്ക് വഴി തിരിച്ചുവിടണം. അതുകൊണ്ട് അതാണ് ആത്മീയമായ ഒരു പ്രചോദനം, ആത്മീയമായ ഒരു ഉൾവിളി മനുഷ്യന്റെ സഹജമായ ഒരു ഘടകമാണ്. അതിന്റെ കാരണം ഇതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക് വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബ ഫഫരിഹു ബിഹാ വജാഅത്ഹാ ബിരീഹുൻ ആസിഫ് വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാനിൻ വളന്നു അന്നഹും മുഹീത ബിഹിം ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, നല്ല അനുകൂലമായ ഒരു കാറ്റിൽ, അനുകൂലമായ കപ്പലിൽ സന്തോഷകരമായിട്ട് ഒരു സംഘം യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വലിയ ആനന്ദ നിർവൃതിയിലാണ്. പെട്ടെന്ന് അന്തരീക്ഷത്തിന്റെ സ്ഥിതി മാറി, കാറ്റും കോളുമായി. 4 പാട് നോക്കിയാലും ആകാശം ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങിയ മാതിരി, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് പോലും അറിയാൻ പറ്റുന്നില്ല. അതിന് പുറമെ അലമാലകൾ ഇങ്ങനെ ആർത്തിരമ്പി വരുന്നു, തിരമാലകൾ അങ്ങനെ മല കണക്കെ. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എല്ലാ ബന്ധവും മറ്റു എന്ന് തോന്നുമ്പോഴും അള്ളാഹുവിനെ വിളിക്കാം എന്ന ഒരു തോന്നൽ മനുഷ്യരിലുണ്ടാകും എന്നതാണ് കാരണം. ആ തോന്നൽ അള്ളാഹു നടത്തിയിട്ടുള്ള ഈ കരാറിന്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. ഇമാം ജഅഫർ സാദിഖിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ പടച്ചവനിൽ വിശ്വസിക്കുന്നുണ്ടോ, എന്താണ് അതിന് തെളിവ്? അദ്ദേഹത്തിന്റെ മറുപടി, എല്ലാ കാര്യകാരണ സഹിതമായ മുഴുവൻ പ്രതീക്ഷകളുടെ ബന്ധങ്ങളും നൂലുകളും മറ്റുപോയതിനു ശേഷവും ഏതോ ഒരുത്തൻ എന്നെ രക്ഷിക്കാൻ കഴിയും എന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടല്ലോ, ആ തോന്നലാണ് പടച്ചവൻ എന്നാണ്. ഒരു വലിയൊരു സിദ്ധാന്തമാണത്. അതുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ ഇതുണ്ട്. ഈ പ്രതിജ്ഞയോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നതിൽ നിന്നാണ് മനുഷ്യർ 2 വിഭാഗങ്ങളായി തിരിഞ്ഞത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലദീന യൂഫൂന ബി അഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ് വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. അല്ലദീന യൂഫൂന ബി അഹ്ദില്ലാഹ്, അല്ലാഹുമായിട്ടുള്ള കരാർ പൂർത്തീകരിച്ചവർ. വലാ യൻഖുദൂനൽ മീസാഖ് അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിനാ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, അതെ ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞ ആ കരാറുണ്ടല്ലോ, ഈ കരാറിനെ പൂർത്തീകരിക്കുന്നവർ. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ,
അള്ളാഹു കൂട്ടിയോജിപ്പിക്കാൻ പറഞ്ഞ എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്നവരാണ്. കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നവരാണ്, ആത്മീയതയെയും ഭൗതികതയെയും കൂട്ടിയോജിപ്പിക്കുന്നതാണ്, മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിയോജിപ്പിക്കുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു കൂട്ടിയോജിപ്പിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്നവരാണ്. വയഖ്ശൗന റബ്ബഹും, അവരവരുടെ നാഥനെ ഭയപ്പെടുന്നവരാണ്. വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശമായ വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. കുറച്ചായത്തുകൾ അതിൻ്റെ ആ സ്വർഗത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വിഭാഗത്തെക്കുറിച്ച് പറയാണ്. അള്ളാഹുവിനോടുള്ള ഈ കരാർ ലംഘിച്ച ആളുകൾ, അള്ളാഹ് കൂട്ടിയോജിപ്പിക്കാൻ പറഞ്ഞ സകലതിനെയും വേർപെടുത്തുകയും വിച്ഛേദിക്കുകയും ചെയ്തവർ. അള്ളാഹ് എന്തൊക്കെയാണ് കൂട്ടിയോജിപ്പിക്കാൻ പറഞ്ഞത് അതൊക്കെ വേർപെടുത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടായി. അവർക്കാണ് അള്ളാഹുവിന്റെ ശാപം, അവർക്ക് മോശപ്പെട്ട സങ്കേതമുണ്ട്. അപ്പോൾ പടച്ചവനുമായിട്ട് മനുഷ്യർ ഏർപ്പെട്ട ഈ കരാറിനോട് ജനം രണ്ട് രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. ആ കരാർ പൂർത്തീകരിച്ചവർ അള്ളാഹു കൂട്ടിയോജിപ്പിക്കാൻ പറഞ്ഞതൊക്കെയും കൂട്ടിയോജിപ്പിച്ചവരാണ്. ആ കരാർ ലംഘിച്ചവർ അള്ളാഹു കൂട്ടിയോജിപ്പിക്കാൻ പറഞ്ഞ സകലതിനെയും അറുത്ത് മുറിച്ച് മാറ്റിയവരാണ്. അവർ നാട്ടിൽ കുഴപ്പങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഭൗതികവാദവും ആത്മീയവാദവും വേർതിരിയുന്നത് എവിടെ വെച്ചാണ് എന്നതിനെക്കുറിച്ചുള്ള ഖുർആനികമായ ഒരു ദർശനം നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ്. പക്ഷേ ആ താത്വിക തലങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഒരു പരിമിത സമയത്തിനകത്ത് കടക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ആ വശത്തേക്ക് ഞാൻ പോയിട്ടില്ല. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്. മനുഷ്യനും അള്ളാഹും തമ്മിൽ ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കരാറിൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുക എന്നതാണ്. ഒരാൾ മുസ്ലിം ആവുക, ഒരാൾ തൗഹീദിൽ ഉറച്ചു നിൽക്കുക, മറ്റു വഴികേടുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചും അതിൻ്റെ മറ്റു അനുബന്ധ വശങ്ങളെ സംബന്ധിച്ചും അതിൽ വരാവുന്ന അബദ്ധങ്ങളെയും വ്യതിചലനങ്ങളെയും സംബന്ധിച്ചും മറ്റ് സന്ദർഭങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞംഗീകരിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്ന വീഴ്ചകളും അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന മറ്റ് വ്യതിചലനങ്ങളുമൊക്കെ റഹ്മാനും റഹീമുമായ റബ്ബ് അവൻ്റെ കൃപ കൊണ്ട് നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.